പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഇട്ടിയച്ഛനായിട്ട് സ്തോത്രം. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആരാധനയായി ചേർന്ന് വരുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായി കർത്താവേ സ്തോത്രം. ആരാധനയിൽ തിരുസാന്നിധ്യം കൂടെ ഉണ്ടാകണം. വചനധ്യാനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരണമേ. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇട്ടി മാത്യു അച്ഛൻ, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസ സമൂഹമേ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്രകാരം ഇന്ന് CSA കുർബാനയായി നമുക്ക് ഒരുമിച്ച് ചേരുവാൻ തക്കവണ്ണം, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മർത്തോമ സഭയിലെ പട്ടക്കാരനായ ശേഷം ആദ്യമായിട്ടാണ് ഒരു CSA വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അടുത്തുള്ള CSA ദേവാലയവും ഞങ്ങളുടെ ദേവാലയവും തമ്മിൽ പുൾപിറ്റ് ചേഞ്ച് വർഷത്തിലൊരിക്കൽ നടത്താറുണ്ട്. ആ സഭയുമായും ആ സഭയിലെ ആളുകളും തമ്മിൽ സഹോദര്യ ബന്ധം, സുഹൃത്ത് ബന്ധം എനിക്ക് അന്നും ഇന്നുമുണ്ട്. ഇവിടെ ഇപ്രകാരം അങ്ങനെ ഒരു അവസരം ലഭിച്ചത് സന്തോഷമുള്ള ഒരു നിമിഷമായി, അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമായി ഞാൻ കാണുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പുൾപിറ്റിൽ ഒരു പ്രസംഗത്തിനായി, വചനധ്യാനത്തിനായിട്ട് നിൽക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ സാധാരണ ഇടവികാരിമാർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടാറില്ല. അടുത്ത മാസവും എൻ്റെ പ്രസംഗം ഇല്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഓരോ ദിവസവും ഓരോരുത്തർക്ക് പ്രസംഗമാണ്. അതുകൊണ്ട് ഈ നിമിഷം അനുഗ്രഹിക്കപ്പെട്ട സമയമായിട്ട് കാണുന്നു. CSA മർത്തോമ സഭ തമ്മിൽ സഹോദര്യ ബന്ധമാണ്. മർത്തോമ സഭയുടെ സഹോദരി സഭയാണ് CSA സഭ എന്നാണ് നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ നമ്മൾ പറയുന്നതും അപ്രകാരമാണ് സഹോദര്യ ബന്ധം സൂക്ഷിക്കുന്നതും. നമ്മുടെ ഇടവകയിലും അത്തരത്തിൽ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒന്നായി ഒരുമിച്ച് ക്രിസ്തുവിനെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. മർത്തോമ സഭയ്ക്ക് ഇപ്പോൾ കമ്മ്യൂണിയൻ റിലേഷൻ ഉള്ള ഒരു സഭ അത് CSA സഭയാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. അപ്രകാരം ഒരു ബന്ധം മർത്തോമ CSA സഭകൾ തമ്മിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 2-3 CSA കുർബാനയ്ക്ക് പങ്കെടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇവിടെയുള്ളവർ എല്ലാ വർഷവും ഇപ്രകാരം പ്രിയപ്പെട്ട ഇട്ടിയച്ഛൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നവരാകൊണ്ട് എന്നേക്കാൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചുമുള്ള പരിചയം നിങ്ങൾക്കുണ്ട് എന്നെനിക്ക് വളരെ ഭംഗിയായും വ്യക്തമായും അറിയാം. ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം Gospel according to St. John chapter 17 verses commencing from 20 through 26 ആകുന്നുവല്ലോ. അതിൻ്റെ വേഴ്സ് 21 ഒന്ന് ഞാൻ വായിക്കട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഈ വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. ഇറ്റ് ഈസ് ജീസസ് ഫൈനൽ ഡിസ്കോഴ്സ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ലാസ്റ്റ് സപ്പർ കഴിഞ്ഞിട്ടാണ്, അന്ത്യ അത്താഴം കഴിഞ്ഞ് ജീസസ് വാസ് ടോക്കിംഗ് ടു ഹിസ് ഡിസൈപ്പിൾസ്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞ 3 വർഷത്തിൽ പരം അവൻ്റെ തോളോട് തോൾ ചേർന്ന് നടന്നവരും യേശുവിനെ നന്നായി മനസ്സിലാക്കിയവരുമാണ് ശിഷ്യന്മാർ. പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം അവർക്ക് ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു. പിതാവ് തൻ്റെ മരണം സമീപിക്കുമ്പോൾ മരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇനിയും ക്രൂശിലേക്കാണ് യാത്ര. ആഫ്റ്റർ ദിസ് ഡിസ്കോഴ്സ് we can see that Jesus is walking to Calvary.
സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ അവൻ അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നതാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത്. ഇപ്പോൾ എത്ര ശിഷ്യന്മാരുണ്ട് കർത്താവിന് ഇത് സംസാരിക്കുമ്പോൾ? 1 is missing. Only 11 disciples are now. 11 ശിഷ്യന്മാരെ ഇപ്പോൾ ഉള്ളൂ. ഒരാൾ കർത്താവിനെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി അവനും ആ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടാണ് പോയത്. അവനും യേശു കർത്താവ് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം നൽകി. തന്നെ ഒറ്റുകൊടുക്കുവാൻ പോകുന്നവനും തൻ്റെ കൂട്ടായ്മയിൽ പങ്കാളിത്തം നൽകി അവൻ അതിനുശേഷം യാത്രയാകുകയാണ്. അതുകൊണ്ട് അവിടെയുള്ള 11 ഡിസൈപ്പിൾസിനോട് വളരെ ഇൻറ്റിമേറ്റായി യേശു കർത്താവ് സംസാരിക്കുന്നതാണ് നമ്മളോട് വായിച്ചു കേട്ടത്. ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് തൻ്റെ മരണം മുന്നിൽ കാണുമ്പോൾ മക്കളോട് അവസാനമായിട്ട് എന്ത് പറഞ്ഞു, അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. മരിക്കുന്നതിന് മുമ്പ് അപ്പനും അമ്മയും നിങ്ങളോട്, അപ്പച്ചനും അമ്മച്ചിയും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളിപ്പോഴും സൂക്ഷിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ മറന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും മറന്നിട്ടില്ല. അത് പറഞ്ഞതുപോലെ ചെയ്യുവാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ യേശു കർത്താവിൻ്റെ ഒരു ഫൈനൽ ഡിസ്കോഴ്സാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ ഭാഗത്ത് തന്നെ നമ്മളിവിടെ വായിച്ചു കേട്ടത് ഇറ്റ് ഈസ് ജീസസ് ഹൈ പ്രീസ്ലി പ്രെയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, ജീസസ് ഹൈ പ്രീസ്ലി പ്രെയർ. സോ ഇവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് തൻ്റെ മക്കളോട് പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ശേഷം യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യത്തെ ചില ഭാഗങ്ങളിൽ യേശു കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതൊരു ഭാഗത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് നമ്മൾ വായിച്ചു കേട്ട 20 മുതലുള്ള വാക്യങ്ങളിൽ ജീസസ് പ്രെയർ ഫോർ ദ ചർച്ച്, ഇനിയും വരുവാനുള്ള ആളുകൾക്ക് വേണ്ടി, വരുവാനുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി, അതായത് നമുക്ക് വേണ്ടി, തൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി യേശു തമ്പുരാൻ അന്നേ പ്രാർത്ഥിച്ചു. നമ്മളെയൊക്കെ മുന്നിൽ കണ്ട് യേശു കർത്താവ് അന്നേ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ 3 ഘടകങ്ങളാണ് യേശു കർത്താവിൻ്റെ ഹൈ പ്രീസ്ലി പ്രെയറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇതിനകത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദിസ് പ്രെയർ ഈസ് ദാറ്റ് മേ ബി ഓൾ ബി വൺ. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് തന്നെ. ദാറ്റ് ഓൾ മേ ബി വൺ, എല്ലാവരും ഒന്നാകണം എന്നുള്ള യേശു കർത്താവിൻ്റെ വലിയ താല്പര്യമാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ലോകപ്രശസ്തമായ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്, ഐ ഹാവ് എ ഡ്രീം. ആരുടേതായിരുന്നു പ്രസംഗം? എല്ലാവർക്കും അറിയാം അല്ലേ? മാർട്ടിൻ ലൂതറിൻ്റെ ഒരു പ്രസംഗമാണ്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ പോലെ യേശു കർത്താവ് പറയുന്നൊരു കാര്യമാണ് ദാറ്റ് മേ ബി ഓൾ ബി വൺ. അവർ എല്ലാവരും ഒന്നാകേണ്ട, തൻ്റെ വിശ്വാസ സമൂഹം എല്ലാവരും ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള കർത്താവിൻ്റെ ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ മാത്രം പങ്കുവെക്കട്ടെ. ഒന്ന്, യൂണിറ്റി. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് എന്നാണ് പറഞ്ഞത്. പിന്നീട് പറയുന്നു, അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നാകണം. അത് നടക്കുന്ന കാര്യമാണോ? വി മേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഉട്ടോപ്യൻ ഐഡിയ. നടക്കുന്ന കാര്യമല്ല. ഈ കാണുന്ന സഭകൾ എല്ലാം ഒരു യൂണിറ്റി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നമ്മുടെ മനോഹരമായൊരു പാട്ടുണ്ട്, പലരാം നമ്മൾ ക്രിസ്തുവിൽ ഒരേ ശരീരം. നമ്മൾ കേട്ടിട്ടുണ്ട് ആ പാട്ട്. 1 Corinthians chapter 12 verse 12 അവിടെ ഇങ്ങനെ പറയുന്നു, ശരീരം ഒന്ന്, അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. അതിൻ്റെ 25-ാമത്തെ വാക്യം, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറച്ചുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ചർച്ചിനെക്കുറിച്ച് പറയുന്ന ഒരു നല്ല മെറ്റോഫോർ ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ അത് ഒരുമിച്ച് ചേർന്നൊരു ശരീരമായി പ്രവർത്തിക്കുന്ന പോലെ ക്രിസ്തു സഭയുടെ അംഗങ്ങളാകുന്നു
എല്ലാ സഭകളും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സോ വി ഹാവ് ഡിഫറൻസസ്. സഭകൾ തമ്മിൽ എല്ലാം ഡിഫറൻസസ് ഉണ്ട്. ഡിഫറൻസസ് ഇൻ പ്രാക്ടീസ് ബട്ട് യൂണിറ്റി ഇൻ പർപ്പസ്. വി ഹാവ് ഡിഫറൻസസ് ഇൻ പ്രാക്ടീസ് ബട്ട് ഇൻ പർപ്പസ് വി ആർ വൺ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. സോ നമ്മൾ യൂണിറ്റിയെക്കുറിച്ച്, ഐക്യത്തെക്കുറിച്ച് ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പറയും ദിസ് ഈസ് നോട്ട് പോസിബിൾ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ തിങ്. പല ട്രഡീഷനാണ്, പല വിശ്വാസ രീതികളാണ്, ആരാധിക്കുന്ന ദൈവം ഒരുവനാണ്, എന്നാൽ പലതരത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർ പ്രാക്ടീസസ് ആർ ഡിഫറെൻറ്റ്, അവർ ട്രഡീഷൻസ് ആർ ഡിഫറെൻറ്റ്. ഇത് എങ്ങനെ, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു ബിക്കം വൺ? യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ് യൂണിറ്റി എന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. വി ഹാവ് ഡിഫറൻസസ്. ബൈ അക്സെപ്റ്റിംഗ് ദീസ് ഡിഫറൻസസ് വി ക്യാൻ ജോയിൻ ഇൻ സം ഏരിയാസ്. By accepting all the disparities in practices, in the traditions, we can join in some areas. അതാണ് യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഇനി സഭകളൊന്നും പാടില്ല, എല്ലാവരും ഒറ്റ സഭയാകണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ഉണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ഉണ്ട്, നമ്മുടെ രീതികൾ വ്യത്യാസമായിരിക്കാം, പക്ഷെ നമ്മൾ ഒരാളെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് because we are adoring, we are worshipping one true God. അതുകൊണ്ട് നമുക്ക് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. അത് എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വേഴ്സ് 23, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ. അതായത് ത്രിയേക ദൈവം, ട്രയൺ ഗോഡ് ഒന്നായിരിക്കുന്ന പോലെ വി ക്യാൻ സീ ദാറ്റ് യൂണിറ്റി ഇൻ ട്രയൺ ഗോഡ്. ത്രിയേക ദൈവത്തിൽ ആ ഐക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പോലെ സഭകളും വിശ്വാസ രീതികൾ വ്യത്യാസമായിരിക്കെ തന്നെ സഭകൾ, വിശ്വാസ സമൂഹങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മർത്തോമ സഭയിലെ ഒരു പട്ടക്കാരനായി കഴിഞ്ഞ 10 വർഷം ശുശ്രൂഷ ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് CSI സഭയിൽ സുഹൃത്തുക്കളുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ സുഹൃത്തുക്കളുണ്ട്, യാക്കോബായ സഭയിൽ സുഹൃത്തുക്കളുണ്ട്, കത്തോലിക്ക സഭയിൽ സുഹൃത്തുക്കളുണ്ട്, ഖൽദായ സഭയിൽ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒത്തിരി സഭകളിൽ സുഹൃത്തുക്കളുണ്ട്. യോജിക്കാവുന്ന ഇടങ്ങളിലൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സെമിനാരിയിൽ മറ്റ് സഭകളിലെ, പ്രത്യേകിച്ച് ഖൽദായ സഭയിലെ അച്ഛന്മാരെ, വ്യക്തികളെ പഠിപ്പിക്കുവാൻ, അവരെ അച്ഛന്മാരാക്കുവാൻ തക്കവണ്ണം നമ്മൾ അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സഭയിലെ ആളുകൾ പലരും അച്ഛന്മാരാകുന്നത് കേരളത്തിന് പുറത്തുള്ള മറ്റു പല സെമിനാരികളാണ്. അവിടെയാണ് പഠിച്ചു വളരുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരേ സിലബസിലാണ് പഠിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോജിക്കാവുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് യോജിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. അതെങ്ങനെ സാധ്യമാണ്? വി ഹാവ് ടു അബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ, അത് 24-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ഭിന്നതകളെ മറന്ന് യോജിക്കുവാൻ സാധിക്കും. ഇഫ് വി ആർ ബിലീവിങ് ഇൻ ക്രൈസ്റ്റ് വി ക്യാൻ ഫോർഗെറ്റ് ദ ഡിസ്പാരിറ്റീസ്, ഫോർഗെറ്റ് ദ ഡിഫറൻസസ് ആൻഡ് വി ക്യാൻ യുണൈറ്റ് ഇൻ സം ഏരിയാസ്. ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നാം എല്ലാവരും ആരാധിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ആരാധിക്കുന്ന മക്കൾക്ക് ഭിന്നതകളെ മറന്ന് നമുക്ക് ഒരുമിച്ച് ചിലയിടങ്ങളിലൊക്കെ ചേർന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുവാൻ സാധിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. തേർഡ്ലി, ടു ബി എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. എന്തിനാണ് അവിടെ എഴുതിയിരിക്കും? വേഴ്സ് 21, ലോകം വിശ്വസിപ്പാൻ. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ലോകം വിശ്വസിപ്പാൻ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കണം, ഒരുമിച്ച് സാക്ഷ്യം വഹിക്കണം. നമ്മുടെ സാക്ഷ്യം ഒന്നാണ്. നമ്മൾ സാക്ഷികൾ, ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. നമ്മൾ ആരാധിക്കുന്നത്, വി ആർ വർഷിപ്പിംഗ് ദിസ് വൺ ട്രൂ ഗോഡ്, വി ആർ വിറ്റ്നസിങ് ദിസ് ഗോഡ്. പ്രാക്ടീസസും ബാക്ക്ഗ്രൗണ്ടും ട്രഡീഷനും ഒക്കെ പലതാണ്. എന്നാൽ അതിലുപരി നമ്മൾ ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും എന്നിലുമായി
അവർ ഐക്യത്തിൽ തികയണം. എന്തിന്? 21-ാമത്തെ വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്ന കലഹങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കലഹങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലം, മറ്റുള്ള ഇതര മതവിശ്വാസികൾ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കാലം, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങൾ. ഇന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണോ എന്ന് കലഹിച്ചുകൊണ്ടിരിക്കുന്ന കാലം. എന്നാൽ വ്യത്യസ്തതകളൊക്കെ ഉണ്ടായിരിക്കാം. ഈ വ്യത്യസ്തതകളുടെ നടുവിൽ ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ നമുക്കിടയാകണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടോ, ഒന്നായി നിന്നാൽ നന്നാകാം, അല്ലേ? അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം നാളെ ഒരു സഭയാകണമെന്നല്ല. വി ഹാവ് ഡിഫറൻസസ്, വി ഹാവ് ടു അക്സെപ്റ്റ് ദ ഡിഫറൻസ്. സോ ഒരു ശരീരത്തിൽ പല പല അവയവങ്ങളുണ്ട്. പല അവയവങ്ങൾക്കും പല ഫങ്ഷനാണ്. വലത്തെ കൈയുടെ അത്ര ശക്തി ഇടത്തെ കൈക്ക് കാണണമെന്നില്ല. അതുകൊണ്ട് വലത്തെ കൈ ഇടത്തെ കൈയെ കളിയാക്കേണ്ട ആവശ്യമില്ല. വലത്തെ കൈക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. രണ്ട് കൈയും കൂടിയാലേ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചിലർ ബലഹീനരായിരിക്കാം. അത് സഭയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടുംബജീവിതത്തിലും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബജീവിതത്തിലും സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ചിലർ ബലഹീനരായിരിക്കാം, കുറവുള്ളവരായിരിക്കാം. അവരുടെ ബലഹീനതയും അവരുടെ കുറവുകളെയും അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മളെ യോജിപ്പിച്ചത്, അല്ലേ? ഉറങ്ങണ്ടായാലും കേൾക്കണം. എക്യൂമിനിസം മാത്രം ചർച്ച ചെയ്യാനല്ല. എക്യൂമിനിസം, ആ റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ ഭവനങ്ങളിലും വേണം. നമ്മുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം, കൂടെ ദൈവം എനിക്ക് തന്ന പങ്കാളിയായിരിക്കാം, എൻ്റെ കുഞ്ഞായിരിക്കാം. അവർ അല്പം ബലഹീനായിരിക്കാം. അവരെ ചേർത്ത് പിടിക്കാനാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഡിഫറൻസസ് ഉണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, ചേർത്ത് പിടിക്കണം. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ ഒന്നായി പ്രവർത്തിച്ചാൽ ശരീരം മികച്ചതാകും. ഒരു അവയവം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ വികലാംഗനെന്ന് വിളിക്കും. വികലാംഗനാകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് വിരിക്കുന്നത്. സഭയിൽ മാത്രമല്ല, ഭവനത്തിലും കുടുംബ ബന്ധത്തിലും. എല്ലാവരും ചെവി തുറന്ന് കേൾക്കണം. കുടുംബ ബന്ധത്തിലും ഈ ഐക്യത ഉണ്ടാകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറന്നു പോകരുതേ. സോ വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ പാടി മനോഹരമായ പാട്ടാണ്, വളരെ ഇഷ്ടമുള്ള പാട്ടാണ്, അല്ലേ? വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്, thus they know we are Christians, we are followers of Christ. യോജിക്കാവുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കണം. അവിടെ പറയുന്നു, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. പിന്നീട് കർത്താവ് പറയുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. അവൻ്റെ മഹത്വത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. അവിടെ മർത്തോമക്കാരനൊരു ചെയറും ഒരു സൈഡ്, CSIക്കാരൻ വേറൊരു ചെയറിലും, പെന്തിക്കോസുകാർ വേറൊരു ചെയറിലും, കത്തോലിക്കക്കാർ വേറൊരിടത്തും അല്ല. എല്ലാവരും ഒന്നായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് യോജിക്കാവുന്ന ഇടങ്ങളിലൊക്കെ യോജിക്കാം. പരസ്പരം കൈ ചേർത്ത് പിടിക്കാവുന്ന ഇടങ്ങളുണ്ടെങ്കിൽ കരം ചേർത്ത് പിടിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. thus they know we are Christians. ലോകം അറിയട്ടെ നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവിധങ്ങൾക്കായും സ്തോത്രം. നിന്നെ